ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് നമ്മുടെ കാറ് ചെറിയൊരു പണിയൊക്കെ കിട്ടി. ഫ്രണ്ട് ഗ്ലാസ്സൊക്കെ ഒന്ന് മാറേണ്ടി വന്നു ഗൈസ്. ഗ്ലാസ് മാറാൻ കുറേ ഇടത്ത് അന്വേഷിച്ചിട്ടൊക്കെ കിട്ടിയത് ആൾട്ടോയുടെ ഗ്ലാസ്സാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ചെറിയൊരു കല്ല് കൊണ്ട് ചെറിയൊരു സ്ക്രാച്ച് ആയാൽ പുതിയത് മാറ്റിയിടണമെങ്കിൽ നല്ല ക്യാഷാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. വണ്ടിയൊക്കെ നമ്മൾ കൊണ്ടുവന്ന് നിന്ന് ഇടുമ്പോൾ തെങ്ങിൻ്റെ മൂടുകളിലോ അല്ലാതെ വന്ന് വീഴുന്ന ഗ്ലാസ്സിലൊന്നും വന്ന് വീഴാത്ത രീതിയിൽ വണ്ടി പാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ 8ൻ്റെ പണിയാണ് ഗൈസ്. വണ്ടി എനിക്കാണെങ്കിൽ ചെറിയ ഫ്രെയിമിന് ചളുക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കണമായിരുന്നു. അതിനും ഇച്ചിരി വണ്ടി അതുകൊണ്ട് 2-3 എടുത്ത് അതിൻ്റെ മുട്ടം പണി കിട്ടിയെന്ന് വെച്ചാൽ അത് മാറ്റാൻ വേണ്ടി സെക്കൻഡ് ഹാൻഡ് ഗ്ലാസ് കുറേ നോക്കി നടന്നൊന്നും കിട്ടിയില്ല. അപ്പോൾ പിന്നെ പുതിയതിനായിട്ടാണ് കൊല്ലത്ത് വള്ളിക്കീഴി അതാണ് 2 ഗ്ലാസ് കട കണ്ട. അപ്പോൾ അവിടെ ഒരിടത്ത് ഗ്ലാസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്ന് കൊണ്ടുപോയി മാറണം. അപ്പം മാറുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വെച്ച് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് ഗ്ലാസ് കടയിലോട്ട് ചെന്നിട്ട് കാണാം ഗൈസ്. ഹായ് ഗൈസ്, ഈ ചെറിയ സ്ക്രാച്ചിൻ്റെ ഇതിലാണ് നമ്മളിപ്പം ഗ്ലാസ് മാറുന്നത്. ഫ്രണ്ട് ഗ്ലാസ്സാണ് മാറുന്നത്. ഈ സ്ക്രാച്ച് ഉണ്ടായതുകൊണ്ട് ഇപ്പം ഗ്ലാസ് ഫുള്ള് മാറേണ്ട, ഫ്രണ്ട് ഗ്ലാസ്സാണ് മാറേണ്ട അവസ്ഥ വന്നത്. സ്പ്രെഡായി പോകുന്നുണ്ട്. മേപ്പോട്ട് പൊട്ടി പോകുന്നതുകൊണ്ടാണ് ഇത് മാറുന്നത്. ഗ്ലാസ് ഇളകിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അവർ. ഇത് കൊല്ലത്ത് വള്ളിക്കീഴിലാണ് ഗൈസ് ഗ്ലാസ് കട. അവർ നല്ല ഒട്ടിപ്പായതുകൊണ്ട് ഇച്ചിരി പണിയുണ്ട് അവരെ ഇളക്കിയെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത് ഇളക്കിയിട്ട് വേണം ആ സൈഡിൽ ചെറുതായിട്ടൊരു ചളുക്കാണെങ്കിൽ ഇരിക്കുന്നത് ആ ഫ്രെയിം ഒന്ന് നൂത്ത് ലെവൽ ചെയ്യാൻ, എന്നിട്ട് തിരിച്ച് ഗ്ലാസ് ഇടാൻ പറ്റും. അപ്പോൾ ഈ ഗ്ലാസ് ഇളക്കിയിട്ട് നമുക്കിനി ആ ഫ്രെയിം നോക്കുന്ന കടയിലോട് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ ഈ ഗ്ലാസ് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ല പണിയുണ്ട് ഗ്ലാസ് ഇളക്കുന്നത്. ഗൈസ് അതാണ്ട് ഗ്ലാസ് ഇളക്കി കഴിഞ്ഞിരിക്കുന്നു. അത് കുറച്ച് ഞാൻ സ്പീഡാക്കിയ ഗൈസ്. ഇനി നമുക്ക് മറ്റേ വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോകണം ഗൈസ്. നമ്മുടെ പഞ്ചർ വർക്ക്ഷോപ്പിലെത്തിയിട്ടുണ്ട്. നമുക്ക് ആ ഫ്രെയിം ലെവൽ ചെയ്യുന്ന പണിയാണ്. ഫ്രെയിം നോത്തിട്ട് നമുക്ക് തിരിച്ചവിടെ കൊണ്ടുവന്ന് ഗ്ലാസ് ഇടണം ഗൈസ്. നമ്മളിപ്പം ഫ്രെയിം കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഫ്രെയിം ഇപ്പം ഒരുവിധം ലെവലായിട്ടുണ്ട്. ഇനി അവർ സെറ്റ് ചെയ്താൽ ഗൈസ്. ഗ്ലാസ് ഇടുന്ന സീൻ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം എനിക്ക് ആ ഗ്ലാസ് ഒന്ന് പിടിച്ചു കൊടുക്കണമുണ്ടായിരുന്നു. ഗ്ലാസ് ഇട്ട് അവർ 4 മണിക്കൂർ സെറ്റാവാൻ വേണമെന്ന് പറഞ്ഞു. അവർ സ്റ്റിക്കറൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല മഴയുടെ കോളും ഉണ്ട്. 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റും ഗൈസ്. അപ്പം 4 മണിക്കൂർ കഴിഞ്ഞിട്ട് അപ്പം ഗൈസ് നമ്മൾ കാറിൻ്റെ ഗ്ലാസ്സൊക്കെ മാറിയിട്ടുണ്ട്. ഗ്ലാസ്സൊക്കെ മാറി ചെറിയ ഫ്രെയിമിൻ്റെ ചുളുക്കൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ചെറിയ അതിന് ഇതൊക്കെ ചെയ്യണമുണ്ടായിരുന്നു. അതെല്ലാം ചെയ്തു. അത് ചെയ്ത് കൊണ്ടുവന്നപ്പോഴാണ് അതിൻ്റെ ഒരു ഇത് 4 മണിക്കൂർ ഇട്ടിരിക്കണമായിരുന്നു. ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വണ്ടി എടുത്തുകൊണ്ട് വന്നായിരുന്നു. അത് അപ്പം മഴയും പെയ്തു. 8ൻ്റെ പണി അതിനിടയിൽ കിട്ടി. കവറൊക്കെ ഇട്ട് വരുന്നതുകൊണ്ട് എല്ലാവരും വണ്ടി ശ്രദ്ധിക്കുകയാണ്. മുകളിൽ കവറിട്ട് കാറിൻ്റെ മുകളിൽ കവറിട്ട് കൊണ്ടുവരുന്ന കാരണം എല്ലാവരും നമ്മളെ വണ്ടിയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളി പ്രത്യേകിച്ച് പറഞ്ഞായിരുന്നു ഇന്നത്തെ ദിവസം ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ വരുന്ന റോഡിൽ നമ്മൾ ബൈ റൂട്ട് കയറി പിടിച്ചപ്പോഴത്തേന് കുറച്ച് കട്ടറും ഉണ്ടായിരുന്നു. ഷേക്കായി തന്നെ വന്ന്. ഇനിയിപ്പം 4 മണിക്കൂറത്തേക്ക്, അതായത് ഇന്ന് വണ്ടി എടുക്കണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ വണ്ടി കൊണ്ട് നിട്ടിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോഴും വണ്ടി കൊണ്ടുവന്ന് എവിടെ പാർക്ക് ചെയ്യുമ്പോഴും ഇതിന് പ്രത്യേകം ഗ്ലാസിൻ്റെ കാര്യങ്ങളിൽ ഫ്രണ്ട് ഗ്ലാസ് ശ്രദ്ധിക്കുക. ഫ്രണ്ട് ഗ്ലാസ്സിന് പണി കിട്ടിയാൽ നല്ല എമൗണ്ടും ആവും. ഇത് നല്ല മെനക്കേടുമാണ് ഗൈസ്. അപ്പോൾ
അതുപോലെ ഗൈസ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഗിയറിലൊക്കെ ആണെന്ന് ഒന്നും കൂടെ സൂക്ഷിക്കുക. കാരണം വണ്ടി അങ്ങനെയും പണികൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം വണ്ടി ഓഫ് ചെയ്യുമ്പോഴെല്ലാം നമ്മൾ ശ്രദ്ധ നല്ല രീതിയിൽ പുലർത്തുക. കാരണം നമ്മൾ ചെറുതായിട്ട് ഈ കുറച്ച് പണിയേ ഉള്ളെന്നും പറഞ്ഞ് കൊണ്ട് ചെല്ലുന്നതെല്ലാം നല്ല നമ്മൾ തൊട്ടാൽ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്ന രീതിയിലുള്ള പണികളാണ് കാറിൻ്റെ കാര്യത്തിൽ വെച്ച് നോക്കിയാൽ. ഇപ്പം ചെറിയ വണ്ടിയായാലും വലിയ വണ്ടിയായാലും പെയിൻറ്റ് ചെയ്യാൻ തന്നെ നമ്മൾ നോക്കുമ്പം ആ പാനൽ ആ സൈഡ് ഫുള്ള് ചെയ്യേണ്ട അവസ്ഥ വരും. ഇപ്പോൾ ഒരു ഡോറിൻ്റെ സൈഡാണെങ്കിൽ ഡോറ് ഫുള്ള് ചെയ്യേണ്ട അവസ്ഥയാണ്. അപ്പോൾ എനിക്ക് ചെറിയൊരു പാനൽ മാത്രം ചെയ്തത്, അപ്പോൾ ആ പാനൽ മൊത്തം ചെയ്യേണ്ട അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നമ്മൾ വണ്ടി ശ്രദ്ധിക്കുക. ഇതിപ്പോൾ എൻ്റെ ഒരു അനുഭവമായതുകൊണ്ട് ഞാൻ പറയുകയാണ്. പിന്നെ മെയിനായിട്ട് പാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ തെങ്ങിൻ്റെ ചൂട് അങ്ങനെയൊന്നും കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്യാതിരിക്കുക. കാരണം ഒരു ഓലമടൽ മതി നമ്മളെ വണ്ടിയുടെ ഗ്ലാസ്സിന് ചെറിയൊരു പോറലുണ്ടാക്കി തരാം. ആ പോറൽ പിന്നെ പെയ്യെ വലുതായി വരും. എൻ്റേതും അങ്ങനെ ചെറിയൊരെണ്ണം ആയിരുന്നു, അതങ്ങ് വലുതായിട്ടുണ്ട് കുറേ. അങ്ങനെ പിന്നെ മാറേണ്ട വന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.